എടീ ആ ചക്കയുടെ ഇങ്ങടുത്തെ. ആ ചക്കയുടെ നീ ഇന്നലെ ഇല വെച്ചുണ്ടാക്കിയ സാധനമല്ലേ? അതിന് ഞങ്ങളുടെ നാട്ടിൽ ചക്കയുടെന്നല്ല പറയണേ, കുമ്പളപ്പോന്നാ പറയണേ, അല്ല ചക്കയുടെ. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കയുടെ എന്നാ പറയണേ, നിങ്ങളുടെ നാട്ടില് കുമ്പളപ്പം. ഈ ഇടനയുടെ ഇല, നിങ്ങൾ ഈ ഇലക്ക് എന്നാ പറയണേ? ഇടനയിലാന്നാണോ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ ഇത് ചക്കയുടെ കേട്ടുണ്ടോ? ഞാനൊക്കെ ചെറുപ്പത്തിലെ ചക്കയുടെ കേട്ടു. ഞങ്ങളിത് കുമ്പളപ്പോന്ന് പറയണേ, ചക്കയുടെന്നൊന്നും പറയത്തില്ല. ഞങ്ങള് കുഞ്ഞിലെ മുതലേ കുമ്പളപ്പോ. നീ പഠിക്കാൻ പോലൊന്നും കേട്ടിട്ടില്ല ഇത് ചക്കയുടെ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ചക്കയുടെന്നൊന്നും പറയണ്ട, കുമ്പളപ്പം പറഞ്ഞാൽ തരും, അല്ലെങ്കിൽ തരത്തില്ല. മറ്റേ ആ സിനിമയുണ്ടല്ലോ, മറ്റേ പ്രകാശന്റെ ഒരു സിനിമ ഏതല്ലേ, അതിനകത്ത് പറയുന്നില്ലേ രാത്രി കുമ്പിളപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഏതാ പടം? മറ്റേ ക്ലാസ്സില് ചെരുപ്പ് ഊരിട്ട് അങ്ങനെ ആ പടത്തിനകത്ത് ഏതോ ഒരു പടത്തിനകത്തുണ്ട് കുമ്പിളപ്പം. ഞങ്ങളുടെ നാട്ടിൽ ചക്കയുടെ, ഞാൻ കേട്ടത് ചക്കയുടെ കേട്ടോ. ഇപ്പം കേട്ടോ, ഞങ്ങളെ തിരുവല്ല ഭാഗത്ത് കുമ്പളപ്പോന്നാ പറയണേ, കേട്ടല്ലോ. നിങ്ങൾ കേട്ടോ വീട്ടിൽ അവിടെ ഉണ്ടാക്കുമ്പോ? നിങ്ങൾ അവിടെ മൂവാറ്റുപുഴ ഉണ്ടാക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ അങ്ങനെയാണോ പറയുന്നത്? മൂവാറ്റുപുഴ അങ്ങനെയാണോ? കുമ്പിളപ്പം വീട്ടിലും കുമ്പിളപ്പാണെന്നാണ് പറയാറ്. ഇപ്പൊ തലയിടിക്കുന്നില്ല. ആ എന്നാ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എല്ലാരോടും എന്താ പറഞ്ഞത്. ഓക്കെ. ഇവിടെ തന്നെ ഒരു അടി ചക്കയുടെ പറ്റി ചക്കയുടെ ആണോന്ന് ഇവിടെ ചർച്ചയായിരുന്നു. കുഞ്ഞാച്ചൻ എന്നാ പറഞ്ഞ ഈ സാധനത്തിന് ഞാൻ ഇതിനെ ചക്കയിടാന്നാ പറഞ്ഞു. ഈ ഇടനേല ഉപയോഗിച്ച് ചക്കയിടാന്നാ പറഞ്ഞു. അവള് പറഞ്ഞു ഇതിനെ കുമ്പളപ്പാന്ന്. ഞാനും കുമ്പളപ്പം എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ചക്കയിടാന്നാ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഒന്ന് നിർത്തണ്ടോ? ഇതിന്റെ ശരിക്കുള്ള പേരെന്താ? ചക്കയപ്പം വേണോ? ചക്കയടാ കുമ്പളപ്പം വേണോ? ചക്കയട